കൂട്ടുകാർക്ക് കാറുകൾ ഇഷ്ടം. ലോകത്ത് ഏറ്റവും കൂടുതൽ റേസിംഗ് കാർസും ലക്ഷറി കാർസും സൂപ്പർ കാർസും ഏത് രാജ്യത്താണ് ഉള്ളതെന്ന് അറിയുമോ? ലക്സംബർഗ് എന്ന് പറയുന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ റേസിംഗ് കാർസും സൂപ്പർ കാർസും ലക്ഷറി കാർസും എല്ലാം ഉള്ളത്. കൂട്ടുകാരെ, നമുക്കിനി ഈ കാറുകൾ കൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചാലോ? അതെങ്ങനെയാ ഉച്ചരിക്കുന്നതും എന്നും പരിചയപ്പെട്ടാലോ? നമ്മളെ വീട്ടിൽ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇംഗ്ലീഷ് കുറച്ച് ഫ്ലുവൻ്റ് ആക്കണമെങ്കിലോ ഈ വീഡിയോ ഒന്ന് മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് കുറേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ കഴിയും. അപ്പം നമ്മളിന്ന് മലയാളത്തിൽ പറയുന്ന വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കിയാലോ? നമ്മൾ സാധാരണ മലയാളികൾ വീട്ടിൽ നിന്ന് ഇംഗ്ലീഷ് പറയുക. ഹൗ ആർ യു, ആർ യു ഫൈൻ എന്നല്ല നമ്മൾ ഇംഗ്ലീഷ് പറയുക. നമ്മൾ പറയുക ഹു ആർ യു, ആർ യു ഫൈൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ശരിക്കും ഉച്ചരിക്കേണ്ടത്. എൻ്റെ പേര് ഷമ്മു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പറയുന്ന സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾക്ക് പറഞ്ഞാലോ? ഹലോ ഗായ്സ്, മൈ നെയിം ഈസ് ഷമ്മു. I am studying in 3rd standard in St. Mary's English Medium School, ചേവരമ്പലം. ഇങ്ങനെയല്ല നമ്മൾ ശരിക്കത്തെ ഇംഗ്ലീഷിൽ പറയേണ്ടത്. നമ്മൾ പറയുക ഹലോ ഗായ്സ്, മൈ നെയിം ഈസ് മുഹമ്മദ് ഹാഷിം. I am studying in 3rd standard in St. Mary's English Medium School, ചേവരമ്പലം. ഇതിൻ്റെ വ്യത്യാസം ഒന്നും കൂടുതലായില്ല. നമ്മുടെ പ്രൊനൗൺസിയേഷൻ മാത്രമാണ് ഇതിൻ്റെ അകത്ത് മാറ്റം വരുന്നത്. അതായത് മൈ നെയിം ഈസ് എന്നല്ല നമ്മൾ പറയാം, മൈ നെയിം ഈസ് എന്നല്ല പറയാം, മൈ നെയിം, നെയിം അല്ല നെയിം, മൈ നെയിം ഈസ് മുഹമ്മദ് ഹാഷിം. ഐ ആം സ്റ്റഡിങ് ഇൻ 3rd സ്റ്റാൻഡേർഡ് അല്ല, ഐ ആം സ്റ്റഡിങ് in 3rd standard എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുക ഇത് ഒരു വലിയ കാറാണ്. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ വീട്ടിൽ പറയുക ദിസ് ഈസ് എ ബിഗ് കാർ. അങ്ങനെയല്ല, ദിസ് ഈസ് എ ബിഗ് കാർ. പിന്നെ അടുത്തത്, ഇത് ഒരു ചെറിയ കാറാണ്. വീട്ടിൽ പറയുന്നത് this is a small car അല്ല, this is a small car എന്നാണ് നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ പറയേണ്ടത്. ഇത് ഈ സ്മോളും ബിഗും ഓപ്പോസിറ്റ്സ് എന്നും അറിയപ്പെടും. എന്ന് വെച്ചാൽ വിപരീതം, എതിർലിംഗം എന്നും ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഓപ്പോസിറ്റ്സ്. അത് നമുക്ക് കുറച്ച് ഓപ്പോസിറ്റ്സ് പഠിച്ചാലോ? I am running, I am walking, I am slow, I am fast. This car is small, this car is big, this car is fast, this car is slow, this truck is fast, this truck is slow. അതേപോലെ കുറേ ഉണ്ട്. ഇത് നമ്മൾ പച്ച എന്ന് പറയും. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ പറയുക ഗ്രീൻ, ഗ്രീൻ, ഗ്ര എന്നാണ് ഇതിൻ്റെ ഒരു ഉച്ചാരണത്തിൽ എന്നാണ് ഗ്രീൻ, ഗ്ര ഗ്ര ഗ്രീൻ എന്നാണ് നമ്മൾ പറയുക. ബ്ലാക്ക്, ബ്ലാക്ക്, കറുപ്പ്, ബ്ലാക്ക്, ബ്ലാക്ക്. ഇനി കുറച്ച് സാധാരണ വാക്കുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഈ കാറിൻ്റെ ടയർ ഉണ്ടില്ലേ, ഈ ടയറിന് നമ്മൾ സാധാരണ ചക്രം, ടയർ എന്നൊക്കെയാണ് പറയുക. ഇംഗ്ലീഷിൽ നമ്മൾ പറയുക വീൽ. നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുകയും വീൽ, വീൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ശരിക്കും ഉച്ചരിക്കേണ്ടത്. നല്ല ഭാരം കൂടിയ കാറാണ്. ദിസ് ഈസ് എ വെരി ഹെവി കാർ. പിന്നെ ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാറാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു ഭാരവും
ഭാരമില്ലാത്ത കാറാണ്. ദിസ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് കാർ എന്നാണ് നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ പറയേണ്ടത്. ഇംഗ്ലീഷിലും നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെയുള്ള ചില വാക്കുകളുണ്ട്, അഥവാ പെൻ, പെൻസിൽ. പക്ഷേ ഇംഗ്ലീഷിൽ ഇതേപോലെ പെൻ, പെൻസിൽ എന്നല്ല പറയും. പെൻ, പെൻസോ. സാധാരണ മലയാളത്തിൽ പറയാം പേന അല്ല, പെൻ, പെൻ, പെൻ. പെ എന്ന് പറയുന്ന ഒരു ശബ്ദം വരുന്നുണ്ട്. പെൻ, പെൻ. ഐ നീഡ് എ പെൻ. എനിക്കൊരു പേന വേണം. ഇപ്പൊ പെൻസിൽ ആണെങ്കിൽ പെൻസോ, പെൻസോ, പെൻസോ. പെ എന്നല്ല വരുന്നത്. പെ, പെ, പെൻ, പെൻസോ, പെൻസോ. ഐ നീഡ് എ പെൻസോ. അല്ലാണ്ട് പെൻസിൽ എന്നല്ല പറയാം, പെൻസോ. പുസ്തകം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ പറയാം ബുക്സ്, ബുക്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ശരിക്കും ഉച്ചകരിക്കേണ്ടത്. ബാത്റൂം, ബാത്റൂം എന്ന് പറയുന്നതിന് പകരം ബാത്റൂം എന്ന് പറഞ്ഞു പഠിച്ചാൽ നല്ലോണം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റും. വേറെ ആണെങ്കിലോ ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിൾ. ലിവിങ് റൂം, ലിവിങ് റൂം. സ്റ്റുഡിയോ, സ്റ്റുഡിയോ. ബെഡ്റൂം, ബെഡ്റൂം. പിന്നെ ലാഡർ, ലാഡർ. മെയിൻ ഭാഗം, മെയിൻ പാർട്ട്. മെയിൽ ബോക്സ്, മെയിൽ ബോക്സ്. ഡോർ, ഡോർ. അങ്ങനെ കുറേ ഉണ്ടല്ലേ. ഹാൻഡിൽ, ഹാൻഡിൽ. സൈക്കിൾ, സൈക്കിൾ. സ്കൂട്ടർ, സ്കൂട്ടർ. കാർ, ബൈക്ക്, ബൈക്ക്. ട്രക്ക്, ട്രക്ക്. അങ്ങനെ ഉച്ചരിച്ചാൽ നിങ്ങൾക്കും ഇംഗ്ലീഷുകാർ പറയുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. കൂട്ടുകാർക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായാൽ ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു രസകരമായ അറിവുകളുമായി ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.